മറ്റു വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ 3 മാസമായി ജീവനക്കാർക്ക് ശമ്പളമില്ല. ഇതോടെ ബലിപ്പെരുന്നാളിന് പോലും അന്നം മുട്ടിയ നിലയിലാണ് ജീവനക്കാരുള്ളത്. ശമ്പളം കുടിശ്ശികയാക്കി ദ്രോഹിക്കുന്ന മാനേജ്മെന്റ് നിലപാടിനെതിരെ പ്രതിഷേധവുമായി ചന്ദ്രിക ജീവനക്കാർ രംഗത്തെത്തി. 2022 റമദാനിൽ ചന്ദ്രിക ദിനപത്രത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനെന്ന പേരിൽ മുസ്ലിം ലീഗ് നേതൃത്വം എൻ്റെ പാർട്ടിക്ക് എൻ്റെ ഹദിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ക്യാമ്പയിനിൽ ധനം സമാഹരിച്ചതല്ലാതെ ചന്ദ്രിക ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ മാനേജ്മെന്റിനായിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ജീവനക്കാർ നടത്തിയ പ്രതിഷേധ സമരം. വർഷങ്ങളായി മിഡിൽ മാനേജ്മെന്റ് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണെന്ന് ജീവനക്കാർ വ്യക്തമാക്കുന്നു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാതെ ലീഗ് നേതൃത്വത്തെ പോലും വെട്ടിലാക്കുന്ന സമീപനമാണ് HR മാനേജർ അടക്കമുള്ള മിഡിൽ മാനേജ്മെന്റ് കാണിക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം. കോവിഡ് കാലത്ത് പിടിച്ചുവെച്ച വേതനം മുഴുവൻ നൽകാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. പ്രൊമോഷൻ തടഞ്ഞുവെച്ചു. മാർച്ച് മുതലുള്ള ശമ്പളവും കുടിശ്ശികയായതോടെ ദൈനംദിന ചെലവുകൾക്ക് പോലും നിവൃത്തിയില്ലാതെ ഗതികേടിലായിരിക്കുകയാണ് ജീവനക്കാർ. ബലിപെരുന്നാളിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശമ്പള കുടിശ്ശിക പോലും നൽകാൻ മാനേജർമാർ തയ്യാറാകുന്നില്ലെന്ന് ജീവനക്കാർ പറയുന്നു. HR മാനേജർ തന്നിഷ്ടത്തോടെ പ്രവർത്തിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ശമ്പളം ചോദിച്ച ജീവനക്കാരന് കാരണം കാണിക്കൽ നോട്ടീസാണ് മിഡിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചത്. കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും മുന്നോട്ട് നീക്കാനാവാതെ ജീവിതം വഴിമുട്ടിയതോടെയാണ് പ്രതിഷേധ സമരവുമായി രംഗത്തിറങ്ങേണ്ടി വന്നതെന്ന് ചന്ദ്രിക ജീവനക്കാർ വ്യക്തമാക്കുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ, KNEF ജില്ലാ കമ്മിറ്റി പ്രതിനിധികളുടെ പങ്കാളിത്തത്തോടെയാണ് ചന്ദ്രിക കോഴിക്കോട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മിഡിൽ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് പരിഹരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ജീവനക്കാരുടെ കുടുംബം പട്ടിണിയാകുന്ന രീതിക്ക് കൂട്ടുനിൽക്കരുതെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത കേരള പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PS രാഗേഷ് പറഞ്ഞു. എല്ലാ കാര്യങ്ങളൊക്കെ പാർട്ടി നേതൃത്വമാണ് ഇത് പരിശോധിക്കുന്നത്. ഇത്തരം പരിശോധന ഉണ്ടാവേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടാണ്ട്. ശമ്പളം മാത്രം ശമ്പളമുണ്ട്, പുതിയ മുടങ്ങിയെടുക്കുന്ന അവസ്ഥകളുണ്ട്. ശമ്പളം 14 വർഷമായിട്ട് ഒരു രൂപ പോലും ശമ്പളം കിട്ടാൻ ആളുകൾ ഇവിടെ ജോലിയിൽ പോകുന്നുണ്ട്. കോഓർഡിനേഷൻ ചെയർമാൻ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, കൺവീനർ മുഖ്താർ ഉദരംബോയിൽ, KUWJ കോഴിക്കോട് ജില്ലാ ട്രഷറർ PV നജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചന്ദ്രിക ജീവനക്കാരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് ഹാദിയ ക്യാമ്പയിൻ നടത്തിയതെന്ന ചോദ്യവും ഉയർന്നുവരുന്നുണ്ട്. മിഡിൽ മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഇടപെട്ട് അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ജീവനക്കാർക്കുള്ളത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.